ഗൈസ് എന്തെങ്കിലും വിശേഷം സുഖമായിരിക്കുന്നു. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് കയറും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഇലക്ഷൻ കഴിയുന്നവരെ, പുതിയൊരു ഗവൺമെന്റ് ചുമതലയെടുക്കുന്നവരെ നമ്മൾ ഇലക്ഷൻ അപ്ഡേറ്റ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത്. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ UK ഇമിഗ്രേഷൻ പോളിസികളെ കുറിച്ചായിരിക്കും, ഇവരുടെ മാനിഫെസ്റ്റോകളെ കുറിച്ചായിരിക്കും, ഇവരുടെ ഓരോ നയങ്ങൾ, ഇനി വരാൻ പോകുന്ന നയങ്ങളെ കുറിച്ചായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. തീർച്ചയായും UK വരാൻ നിൽക്കുന്നവർക്കും UK ഉള്ളവർക്കും എല്ലാവർക്കും തന്നെ അറിയേണ്ട കാര്യങ്ങളാണ്. ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് എന്റർടൈനിങ് കൊച്ചു യൂട്യൂബ് ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ അകത്ത് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും UK ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും. UK ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വരുന്ന 30-ാം തീയതി 2 ദിവസം കൂടിയൊക്കെ ഉള്ളൂ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിവിടെ UK ഗവൺമെൻറ്റിനെ പിരിച്ചുവിടും, ഇല്ലെങ്കിൽ UK പാർലമെൻറ്റ് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ജൂലൈ 4-ാം തീയതിയാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സോ ഈ ഇലക്ഷൻ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് കൂടുതൽ ജയിക്കാനുള്ള ചാൻസ് കാണിക്കുന്നത് ലേബർ പാർട്ടിയാണ്. നമുക്ക് UK ആയതുകൊണ്ടും ഈ പറഞ്ഞ വെസ്റ്റേൺ കൺട്രീസൊക്കെ ഇലക്ഷൻ ഒരു നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ, പിന്നെ അതുമാത്രമല്ല ഒരു വളരെ ചെറിയ രാജ്യമായതുകൊണ്ട് തന്നെ ഇവിടെ ആര് ജയിക്കുമെന്ന് അവസാനം വരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാകാൻ പോകുന്നത് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഇടയിലും അതുമാത്രമല്ല ലേബർ പാർട്ടിയുടെ ഇടയിലായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇത്രയും വർഷത്തെ ഭരണം മികവ് എന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ ഒരുപാട് ഒരു പ്രോബ്ലംസ് ഇവിടെ വളരെയധികം വന്നിട്ടുണ്ടായിരുന്നു. കോവിഡ് കാര്യങ്ങൾ, അതിൻ്റെ ഇടയിലൊക്കെ വലിയ വലിയ ചർച്ചാ വിഷയങ്ങളും, മന്ത്രിസഭ താഴെ വീഴുന്നു, പുതിയതായിട്ട് വീണ്ടും ആൾക്കാർ ചുമതലയെടുക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മികവ് പറയുന്നില്ല. പക്ഷേ ഈ ഒരു സാഹചര്യം നമുക്ക് ഇവരെ അവസാന ഇലക്ഷൻ വരുന്നവരെയും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ പ്രസ്താവനകൾ, ഇല്ലെങ്കിൽ മാനിഫെസ്റ്റോ, ഇല്ലെങ്കിൽ പുതിയതായിട്ട് എടുത്തിട്ടുള്ള നയങ്ങൾ, ഇതെല്ലാം എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇലക്ഷൻ ജയിക്കില്ലേ എന്നൊക്കെ പറയാൻ പറ്റും. ഇപ്പോൾ പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ലേബർ പാർട്ടിയാണ് നല്ല രീതിയിൽ മുൻതൂക്കത്തിൽ നിൽക്കുന്നത്. സോ കൂടുതലും ആൾക്കാർ ലേബർ പാർട്ടി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഋഷിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ഇലക്ഷൻ നേരിടാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇതിൽ എത്രത്തോളം ഋഷി വിജയിക്കുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴത്തെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മാനിഫെസ്റ്റോ ആണ്. മാനിഫെസ്റ്റോയിൽ നമ്മൾ എല്ലാം തന്നെ എടുത്ത് സംസാരിക്കുന്നില്ല, എല്ലാം തന്നെ എടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ മെയിനായിട്ട് മാനിഫെസ്റ്റോ അല്ല, ഇവരുടെ പോളിസീസിനെ കുറിച്ച് ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ന്യൂസ്, ആ പോളിസി, ഈ പറഞ്ഞ കൺസർവേറ്റീവിൻ്റെയും ലേബറിൻ്റെയും പോളിസി എന്താണെന്ന് രണ്ടും നിങ്ങൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് പോളിസി ആയിരുന്നു, ഏത് പോളിസിയാണ് നല്ലതെന്നുള്ളത്. ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ എനിക്ക് തോന്നുന്നു 30-ാം തീയതിക്ക് ശേഷം ഈ പറഞ്ഞ 2 പാർട്ടിയുടെയും പുതിയ മാനിഫെസ്റ്റോകൾ പ്രസിദ്ധീകരിക്കും. ഇവരുടെ ഇലക്ഷൻ അജണ്ട, ഇല്ലെങ്കിൽ ഇലക്ഷനിൽ ഇവർ മുൻതൂക്കം ഇല്ലെങ്കിൽ നിർത്തി കാണിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കും. സോ ഇൻഫർമേഷൻസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവരുടെ പോളിസികൾ. NHSന്റെ ഒരു പോളിസി, ഇല്ലെങ്കിൽ NHSന്റെ ഒരു ഇവർ രണ്ടുപേരുടെ മാനിഫെസ്റ്റോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ വെയിറ്റിംഗ് ടൈം കുറയ്ക്കുക എന്നുള്ളതാണ്. രണ്ടുപേരും വെയിറ്റിംഗ് ടൈം കുറയ്ക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം കൊണ്ടുവന്നിട്ടുണ്ട്. സെയിം തന്നെയാണ്. മറ്റൊരു കാര്യം, ലേബറിൻ്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ NHS പ്രൈവറ്റൈസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസെ കുറിച്ച് ചെക്ക് ചെയ്യും, ഇല്ലെങ്കിൽ അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ചെയ്യും എന്നുള്ളത്. കാരണം ഇവിടെയുള്ള എന്താ പറയുക, വെയിറ്റിംഗ് ടൈം കുറയ്ക്കുക, ഇപ്പോൾ ഉള്ള ട്രീറ്റ്മെൻറ്റ് വൈകുന്നത് അത് വളരെ നല്ല രീതിയിൽ കുറയ്ക്കുക. അത് മാത്രമല്ല പഴയ അതുപോലെ തന്നെ ഫാമിലി ഡോക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. അതിൽ കൺസർവേറ്റീവിടെ ഇപ്പോൾ നമുക്ക് തൽക്കാലം മനസ്സിലായത് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റിംഗ് ടൈം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇവർ രണ്ടുപേരുടെയും ഒരു അജണ്ട നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മാക്സിമം പുറത്തുനിന്ന് റിക്രൂട്ട് ചെയ്തെന്ന് കുറയ്ക്കുക എന്നുള്ളത്, ഇവിടെയുള്ള സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം. അത് കൺസർവേറ്റീവും പറഞ്ഞിട്ടുണ്ട്, ലേബറും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയുള്ള സ്റ്റാഫുകളെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ NHSന്റെ കേസിൽ അങ്ങനെയാണ്. ഇതിൻ്റെ കൂടുതൽ ഇനി സ്റ്റാഫിംഗ് റിക്രൂട്ട്മെൻറ്റ് കേസുകളും കാര്യങ്ങളെല്ലാം വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ അപ്ഡേറ്റുകൾ ഉണ്ടാവുമായിരിക്കാം. ഇവർ രണ്ടുപേരുടെയും അജണ്ട മുന്നേ പറഞ്ഞ പോലെ തന്നെ പുറത്തുനിന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ഷോർട്ടേജ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഷോർട്ടേജ് വലിയ രീതിയിൽ കൂടുതലാണ്. സോ അതിനെന്തെങ്കിലുമൊക്കെ അത് തടയാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെയും ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. ഓക്കെ, മറ്റൊരു കീ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇമിഗ്രേഷൻ. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. കാരണം ഇവരുടെ രണ്ടുപേരുടെയും പാർട്ടിയുടെ മെയിൻ കീ പോയിന്റ്സ് ഇമിഗ്രേഷൻ തന്നെയാണ്. നമുക്ക് കൺസർവേറ്റീവിടെ ആദ്യം നോക്കാം. കൺസർവേറ്റീവ് നമ്മുടെ ഋഷി സുനക് വന്ന സമയത്ത് പ്രഖ്യാപിച്ച പല കാര്യങ്ങളുണ്ടായിരുന്നു. നെറ്റ് മൈഗ്രേഷൻ 6 ലക്ഷത്തിന് മേലായിരുന്നു ആ സമയം. അത് 2,40,000
ത്തിലേക്ക് എത്തിക്കും എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു 2024. സോ 2024 സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 2023-24 ജൂൺ വരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്ത് വന്നപ്പോൾ ഒരു 10% കുറവേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അടുത്ത 2025 ജൂണിൻ്റെ ഒരു അപ്ഡേറ്റിലായിരിക്കും എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ 2,40,000 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നല്ല രീതിയിൽ ഇടിവും വന്നിട്ടുണ്ട്. അതുമാത്രമല്ല വിസ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ 24-25% ഡ്രോപ്പും വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ കൺസർവേറ്റീവിന്റെ മെയിൻ ഒരു അജണ്ട അവർ പറഞ്ഞതനുസരിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഖ്യാപിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിലൂടെ ക്രോസ് ചെയ്യുന്നത് ഇല്ലീഗൽ മൈഗ്രൻസ് ക്രോസ് ചെയ്യുന്നത് വെട്ടിക്കുറയ്ക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അത് തടയാനായിട്ട് മാക്സിമം നോക്കിയിട്ടുണ്ട്. 2024 കണക്കനുസരിച്ചിട്ട് അത് കുറവാണ്. പക്ഷേ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ന്യൂസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വൻതോതിലേക്ക് ബോട്ടിലൂടെ ഈ പറഞ്ഞ UK ഇല്ലീഗൽ മൈഗ്രൻസ് കടക്കാനായിട്ട് നോക്കുന്നു എന്നുള്ളതിന് അത് തടയപ്പെടുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇവിടെയുള്ള അസൈലം സീക്കേഴ്സിനെ മാക്സിമം ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, അതിനുള്ള പരിപാടികൾ റുവാണ്ട ബില്ല് പാസ്സാകുകയും അതിനകത്തൂടെ ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നടക്കുകയും 10,000 ആൾക്കാരെ ഓൾറെഡി ഇവിടുന്ന് പുറത്താക്കി എന്നുള്ളൊരു ഇൻഫർമേഷൻ വരുന്നുണ്ട്. അതിപ്പോൾ ഈ റുവാണ്ട ബില്ലാണോ ഇനിയിപ്പോൾ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്ത മറ്റ് കേസുകളാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ റുവാണ്ട ബില്ല് എനിക്ക് അത് ഫുള്ളായിട്ട് നടക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. അത് മാത്രമല്ല ഹോട്ടലിൽ പാർപ്പിക്കുന്ന പരിപാടി അത് ഹോട്ടൽ ഒഴിപ്പിച്ചു തുടങ്ങി എന്നുള്ള ഒരു ഇൻഫർമേഷനും എനിക്ക് ന്യൂസുകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ കൺസർവേറ്റീവിയുടെ മറ്റൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, അതിനകത്ത് മെയിൻ മെഷേഴ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റേസിംഗ് മിനിമം സാലറി ത്രഷോൾഡ് അത് ഉയർത്തിയിട്ടുണ്ട്. നമ്മുടെ സാലറി ത്രഷോൾഡ് ഉയർത്തി അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരെയും. പിന്നെ അതുമാത്രമല്ല കട്ടിംഗ് വിസാസ് ഫോർ ദ കെയർ സ്റ്റാഫ്സ് ആൻഡ് സ്റ്റുഡൻസ്, അതായത് കെയർ സ്റ്റാഫിൻ്റെയും സ്റ്റുഡൻറ്റ് വിസയും റെസ്ട്രിക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിനകത്തും റെസ്ട്രിക്ഷൻ വന്നു. ഡിപ്പെൻഡൻസിന് റെസ്ട്രിക്റ്റ് ചെയ്തു, സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസിന് റെസ്ട്രിക്റ്റ് ചെയ്തു. ആ പറഞ്ഞ കാര്യങ്ങൾ ഋഷി സുനക് പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ട്. പക്ഷേ നെറ്റ് മൈഗ്രേഷൻ കുറയുകയാണെങ്കിൽ ഇനിയും എനിക്ക് തോന്നുന്നു അടുത്ത വർഷം 2020 ജൂൺ ആകുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഏകദേശം കണക്കുകൾ വ്യക്തമാവുള്ളൂ. ഈ ലേബറിൻ്റെ പ്ലാൻ ഒട്ടും വ്യത്യസ്തമല്ല. എന്തുകൊണ്ട് ഋഷി സുനകിന്റെ പാർട്ടി ഇത്രയും തിടുക്കത്തിൽ ഈ പറഞ്ഞ നിയമങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിക്കകത്തുള്ള ചേരിതിരിവും മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർ പാർട്ടി, അതായത് ലേബർ പാർട്ടി, അവരുടെയും എല്ലാവരുടെയും അജണ്ട ഇത് തന്നെയായിരുന്നു, നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളത് തന്നെ. ലേബർ പാർട്ടിയുടെ പ്ലാൻ അനുസരിച്ചിട്ടും തീർച്ചയായിട്ടും നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അതുമാത്രമല്ല പുതിയ പോളിസികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ പോളിസിക്കകത്ത് ദ ടാക്കിൾ ഹോം ഗ്രൗണ്ട് സ്കിൽ ഷോർട്ടേജ്, അതായത് UK-കകത്ത് നിന്നുള്ള ആൾക്കാരെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യും. ഇവിടെയുള്ള ആൾക്കാരെ മെയിനായിട്ട് ജോലികളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യും. അതുമാത്രമല്ല ഇവർ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റം അതിപ്പോൾ ഓൾറെഡി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ബേസ്ഡ് പോയിന്റ് ഇമിഗ്രേഷൻ സിസ്റ്റം തന്നെയാണ് നമ്മൾക്കെല്ലാം ഇപ്പോൾ ഇവിടെ ജോലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അത് ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ലാംഗ്വേജ് സ്കിൽസ് നോക്കിയിട്ടും വർക്ക് എക്സ്പീരിയൻസ് നോക്കിയിട്ടും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫാക്ടേഴ്സ് ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ലേബർ പാർട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുക. ഓക്കെ, ഇപ്പോഴും ലാംഗ്വേജ് സ്കില്ലുണ്ട്. പക്ഷേ ലാംഗ്വേജ് സ്കില്ല് നമ്മൾ UK-നായിരിക്കും വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇവർ പറഞ്ഞിരിക്കുന്ന ലാംഗ്വേജ് സ്കില്ല് അതിനിപ്പോൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവർ ഇനി വന്നിട്ട് സ്റ്റിൽ ആ UK-നായിരിക്കിനെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകും. പക്ഷേ UK-നായിരിക്കിൻ്റെ പകരം അവരിപ്പോൾ IELTS OET എന്നുള്ള പരിപാടിയിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് IELTS ആണ്, OET കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത് ഈ പറഞ്ഞ രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു ലേബർ പാർട്ടി വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോയിന്റ് അവർ ഡിസ്കസ് ചെയ്യും. അത് വരുത്താനുള്ള സാധ്യത ഉണ്ട്. അതുമാത്രമല്ല ബോർഡർ സെക്യൂരിറ്റി നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ബോട്ട് ത്രൂ ഇങ്ങോട്ട് കയറുന്നവരെ തടയുകയും പിന്നെ ഈ പറഞ്ഞ അസൈലം സീക്ക് ചെയ്യുന്നവർക്ക് ക്യാപ്പ് ഏർപ്പെടുത്തുകയും, അത് എനിക്കൊന്ന് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു പ്രഖ്യാപനം തന്നെയാണ്. അത് ലേബർ പാർട്ടിക്കും അത് തന്നെയാണ് അഭിപ്രായമുള്ളത്. അതിനകത്ത് ക്യാപ്പ് ഏർപ്പെടുത്തുക, ഇല്ലെങ്കിൽ അസൈലം അപ്ലൈ ചെയ്യുന്നവർക്ക് ചാൻസ് കുറയ്ക്കുക എന്നുള്ളത്. പക്ഷേ ഈ ലേബർ പാർട്ടിയുടെ തന്നെ മറ്റൊരു ന്യൂസിലൂടെ വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈലം സീക്കേഴ്സിനും ഇവിടെ ലീഗൽ സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ സ്റ്റാറ്റസുകൾ കൊടുക്കും എന്നുള്ളൊരു ന്യൂസും പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കറക്റ്റ് പോളിസി എന്താണെന്നും ഇവരെന്താ ചെയ്യാൻ പോകുന്നതെന്നും ദൈവം തമ്പുരാനും മാത്രമേ അറിയുള്ളൂ. വരുന്ന ദിവസങ്ങളിൽ മാനിഫെസ്റ്റോ പുറത്തു വരും. മാനിഫെസ്റ്റോയ്ക്കകത്ത് ഇനി എന്തൊക്കെ എഴുതി വെക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. ഇത് അവരുടെ ഓൾറെഡി മാനിഫെസ്റ്റോ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇലക്ഷന് വരുന്ന സമയത്ത് വേറെ ഒരു ആൾക്കാരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കാൻ പറ്റിയ കുറച്ച് പോയിന്റ്സുമായിട്ട് വരും. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസിൽ വന്നിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇത് തന്നെയാണ് മെയിനായിട്ട് രണ്ടുപേർക്കും ഇമിഗ്രേഷൻ നയങ്ങളിൽ നല്ല രീതിയിലുള്ള കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. പലരും പറയുന്നൊരു കാര്യമാണ്, ലേബർ പാർട്ടി വന്നു കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ട് മാറ്റിമറിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ റൂൾസൊക്കെ മാറ്റും എന്നുള്ളതാണ്. ലേബർ പാർട്ടി പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യമാണ്. ഒന്ന്,
കെയറേഴ്സിൻ്റെ ഡിപ്പെൻഡൻസിൻ്റെ കാര്യത്തിൽ റിവ്യൂ കൊണ്ടുവരും, 2 സാലറി ത്രെഷോൾഡിൻ്റെ കാര്യത്തിൽ റിവ്യൂ കൊണ്ടുവരും എന്നുള്ളത്. മറ്റ് കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ നിലനിർത്തുമെന്നും പണ്ടൊരു ന്യൂസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇനിയും അങ്ങനെ തന്നെ ചെയ്യുമോ എന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞുകൂടാം. സോ ഇങ്ങനെയുള്ള ഇൻഫർമേഷന് വേണ്ടി സ്റ്റേ ട്യൂൺ നമ്മുടെ കൂടെ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാം. ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾ മുന്നോട്ടെത്തും. സ്റ്റുഡൻസിൻ്റെ കാര്യം ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷേ ലേബർ പാർട്ടിയുടെ ഒരു ഇതിനകത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസയിൽ ഇപ്പോഴത്തെ റെസ്ട്രിക്ഷൻ അങ്ങനെ തന്നെ തുടങ്ങുമെന്ന് ഒരു ന്യൂസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇൻഫർമേഷന് വേണ്ടി ഫോളോ ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ്